ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിലെ ഉത്തരസഹിതമാണ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാഠഭാഗങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ കയറിയിട്ട് കാണുക. നല്ലോണം പഠിക്കാനും നല്ല മാർക്കിൽ വിജയിക്കാനും നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 5ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൻ്റെ പരീക്ഷ വരുന്നത് തജ്വീദിൻ്റെ കൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ 2 പരീക്ഷയും ഒരു പേപ്പറിലായിരിക്കും. ഒരു പുറത്ത് തജ്വീദും രണ്ടാമത്തെ പുറത്ത് ലിസാനുൽ ഖുർആനും ആയിരിക്കും. അപ്പോൾ അതിൽ ലിസാനുൽ ഖുർആനിൻ്റെ ഭാഗമാണ്, ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ടാണ് കുട്ടികൾ പൊതുപരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് ചോദ്യം എങ്ങനെയാണ് വരിക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പേടിയൊക്കെ മാറ്റാൻ വളരെ സുന്ദരമായിട്ട് പോയി പരീക്ഷ എഴുതി നല്ല മാർക്കിൽ വിജയിക്കാൻ ഈ ഭാഗം ഉപകരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നുമയ്യിസുൽ മാദിയ വൽ മുദാരിയ മിനൽ അഫ്ആലിൽ ആത്തിയത്തി. താഴെ തന്നിട്ടുള്ള ഫിഅലുകളിൽ നിന്ന് മാദി ഏത് മുദാരി ഏത് എന്ന് വേർതിരിക്കാനാണ് ഒന്നാമത്തേത്. ഇപ്പം ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. മാദിയും മുദാരിയൊക്കെ വേർതിരിക്കാൻ. ബ്രാക്കറ്റിലെ അബദ, യുസല്ലിമു, യഖറഉ, ത്വലഅ, ജാഅ, ഇർഹമു ഇത്രയും തന്നിട്ടുണ്ട്. അർത്ഥം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേലാണെങ്കിൽ മാദിയാണ്, വർത്തമാനകാല അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭാവി കാലാണെങ്കിൽ അത് മുദാരിയാണ് അല്ലേ. സലാം ചെല്ലും, ഓതും, കരുണ ചെയ്യും, ഇതൊക്കെ മുദാരിയാണ്. വന്നു, പോയി, അടിച്ചു, പ്രവേശിച്ചു, ഇതൊക്കെ മാദിയാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്കിവിടെ അബദ, ത്വലഅ, ജാഅ ഇതൊക്കെ മാദിയാണ്. അത് മാദിയായ അൽ ഫിഅലുൽ മാദി എന്ന അതിൻ്റെ താഴെയുള്ള കോളത്തിൽ എഴുതി കൊടുക്കണം. യുസല്ലിമു, യഖറഉ, ഇർഹമുക മുദാരിയാണ്. ഇനി അതിൽ അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിൽ മുദാറാത്തിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ 4 പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു അക്ഷരം ഉണ്ടെങ്കിൽ അത് മുദാരിയാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ യുസല്ലിമു, യഖറഉ, ഇർഹമുക യാ ഉണ്ട്, അതുകൊണ്ട് അത് മുദാരിയാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അൽ ഫിഅലുൽ മുദാരി എന്നതിൻ്റെ താഴെ അത് എഴുതി കൊടുക്കാം. ഓക്കെ. രണ്ടാമത്തേത് നംലഉൽ ഫറാഅ ബിൽ മുനാസിബ്. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അനുയോജ്യമായത് എടുത്തിട്ട് പൂരിപ്പിക്കാനാണ്. തൽഅബു, യജ്ലിസു, യദ്ഹബു, യക്തുബു, ഓസല ഇത്രയും തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, ഡാഷ് അൽ ഉസ്താദു അലൽ കുർസി. കസേരമേൽ ഉസ്താദ് ഇരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇരിക്കും എന്നുള്ള പദം നേരെ മേലെ തന്ന ബ്രാക്കറ്റിൽ ഏതാണ്? യജ്ലിസു. അപ്പോൾ യജ്ലിസു എടുത്തിട്ട് താഴെ എഴുതണം. രണ്ടാമത്തേത് ഡാഷ് അബി ഇല സൂഖ്. എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പോകും എന്നുള്ളതിന് എന്താ ലഫ്ദ്? യദ്ഹബു. 3 ഡാഷ് അൽ വലതു വജ്ഹു. കുട്ടി അവൻ്റെ മുഖം കഴുകി അല്ലേ, ഓസല. 4ാമത്തേത് അത്വാലിബു ഡാഷ് അത്തദ്രീബ. വിദ്യാർത്ഥി തദ്രീബ് എഴുതും. അപ്പോൾ എഴുതുന്നുള്ളതിന് യക്തുബു. അൽ ബിന്തു ഡാഷ് ബിൽ ഹബലി. പെൺകുട്ടി കയറുകൊണ്ട് കളിക്കും അല്ലെ. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പാഠഭാഗത്ത് തന്നിട്ടുണ്ട്. അതൊക്കെ അർത്ഥസഹിതം അതൊക്കെ പഠിക്കേണ്ടതാണ്, പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അള്ളാഹു നല്ലോണം പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അവിടെ കളിക്കും എന്നുള്ളതിന് തൽഅബു എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. അങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം ഇതിൽ വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് അടുത്ത് തന്നിട്ടുള്ളത് നഖ്താറു മാ യുനാസിബു വനക്തുബു ബിൽ ഫറാഇ. ഒരു ചോദ്യത്തിന് അതിൻ്റെ നേരെ ബ്രാക്കറ്റിൽ ഒരേപോലെ ഒരേ അർത്ഥം വരുന്ന 2 തന്നിട്ടുണ്ട്. അതിൽ മുഫ്രദാണോ, തസ്നിയാണോ, ജമ്മാണോ, അല്ലെങ്കിൽ മുതകല്ലിമാണോ, ഇങ്ങനെ ലമീറുകളൊക്കെ നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് വേണം അതിൽ ശരി ഏതാണെന്ന് കണ്ടെത്താൻ. അൽ വലദാനി ഡാഷ് അൽ അസ്നാന. 2 കുട്ടികൾ ഒരു പല്ല് വൃത്തിയാക്കും അല്ലേ. അൽ വലതു എന്നല്ല, അൽ വലദാനി 2 ആൾ. അപ്പം അതിന് 2 ആൾ വൃത്തിയാക്കുന്ന എങ്ങനെ പറയാം? യുനദ്ദിഫാനി അല്ലേ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പോകാം.
രണ്ടാമത്തെ ചോദ്യം ഡാഷ് ദഹബൂ ഇലൽ മദ്രസത്തി അദ്ദാരിസൂന അദ്ദാരിസാനി. ദാരിസാനി പറഞ്ഞാൽ രണ്ടാളേ ഉള്ളൂ. ദാരിസൂന പറഞ്ഞാലോ കുറേ പേരുണ്ട്. ഇവിടെ ദഹബു അവർ പോയി എന്ന് പറഞ്ഞ് അവര് അറിയുമ്പോൾ രണ്ടാളല്ലല്ലോ. അപ്പൊ അദ്ദാരിസൂന ദഹബൂ ഇലൽ മദ്രസത്തി ഒരൊക്കെ മദ്രസയിലേക്ക് പോയി. അപ്പൊ ദാരിസൂന ദഹബൂ എന്നുള്ളതിന് യോജിച്ചത് വേണം കൊടുക്കാൻ കേട്ടോ. 3 അൽ ആമിലൂന ഡാഷ് മിനൽ മസ്നഇ. അപ്പം എന്താ വരിക? ഉദ്യോഗസ്ഥരൊക്കെ മസ്നയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് മടങ്ങും എന്നുള്ളത് ഇർജിയാനിയാണോ? അല്ല, കാരണം അത് രണ്ടാളെ സൂചിപ്പിക്കുന്ന അല്ലേ. അപ്പോൾ ഇർജിയൂന അവർ, ആമിലൂന പറഞ്ഞാൽ ഇർജിയൂന അവർ മടങ്ങും. ഇന്ദഹ ഡാഷ് അഖലാം. അവിടെ ഇന്ദഹ മുന്നസാണല്ലോ അല്ലേ. അപ്പം അതിനനുസരിച്ച് സബഅത്തുൻ. അടുത്തത് 5 അബി ഡാഷ് ഇലൽ മസ്ജിദി. എൻ്റെ പിതാവ് പള്ളിയിലേക്ക് പോകും. പിതാവ് ആണാണല്ലോ. അപ്പോൾ മുദക്കറാവുമ്പോൾ എങ്ങനെ നമ്മൾ പറയാം? അത് മാത്രമല്ല ഓളിബാണ്. എൻ്റെ പിതാവ് പള്ളിയിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ പറയും? ഇത് ഹബോ തദ്ഹബോ ഏത് ഹബു അല്ലേ. എൻ്റെ പിതാവ് പോകും. അടുത്ത അദ്ദാരിസാത്തു ഡാഷ് അത്തദ്രീബാത്തി. അവിടെ എന്തായിരിക്കും? വിദ്യാർത്ഥിനികൾ തദ്രീബാത്ത് അവർ എഴുതും. യക്തുബുന അല്ലേ. അടുത്തത് തൽഅബു ഡാഷ് ഫിൽ മൽഅബി ഖാലിദുൻ മറിയം. അവിടെ ഒന്ന് ഖാലിദ് മുദക്കറാണ്, മറിയം മുഅന്നസാണ്. ഖാലിദ് ആണാണല്ലോ, മറിയം എന്നുള്ള പെണ്ണല്ലേ. അവിടെ തൽഅബു എന്ന് പറഞ്ഞിട്ടുള്ളത് അവള് കളിക്കും. അപ്പം അവളെ പറഞ്ഞാരായിരിക്കും? മറിയം കളിക്കും. ഫിൽ മൽഅബി കളിസ്ഥലത്ത് അവർ കളിക്കും കേട്ടോ. തൽഅബു താഴെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്ത് അവള് എന്ന് പറഞ്ഞത് മുഅന്നസാണ് എന്ന് മുദാരി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 8ാമത്തേത് യാ ത്വാലിബാത്തു അൻതുന്ന ഡാഷ് അൽ അസ്ഇലത. വിദ്യാർത്ഥിനികളെ നിങ്ങൾ ചോദ്യങ്ങളെ എഴുതുന്നവരാണ്. എങ്ങനെ എഴുതുക? തക്തുബുന അൻതുന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. അൻതുന്ന പറഞ്ഞാൽ മുഅന്നസാണ്, ജമ്മു മുഅന്നസാണല്ലോ. അപ്പം എന്താ അവിടെ വേണ്ടത്? തക്തുബുന അല്ലേ. ജമ്മു മുഅന്നസിൻ്റെ പദം അതല്ലേ. അടുത്ത അന ഡാഷ് തദ്രീബാത്തി. അന ഞാൻ. അപ്പം എന്താ വരിക? കത്തബുത്തുന്ന കത്തബുത്താന്ന ഞാൻ. മുത്തക്കല്ലിമാണല്ലോ. കത്തബുത്തു ഞാൻ എഴുതി. കത്തബുത്താറ നീ എഴുതിയെന്ന. അപ്പം അനക്ക് എങ്ങനെയാലും യോജിക്കൂല. അപ്പം അന കത്തബുത്തു കേട്ടോ. അടുത്ത് നഹ്നു ഡാഷ് ഫിൽ മസ്റായി. ഞങ്ങൾ മസ്റായിൽ കൃഷി ചെയ്യും. തസ്റഊന നസ്റൗ. നഹ്നു ഞങ്ങൾ പറഞ്ഞാൽ എന്താ വരിക? നസ്റൗ അല്ലേ. നസ്റൗ അന നഹ്നുക്കെ നമ്മൾ ലാസ്റ്റ് മുദാരിൻ്റെ അവസാനത്തിൽ പഠിച്ചിട്ടുണ്ട്. നഹ്നു പറഞ്ഞാൽ നസ്റൗ, നഫ്അലു, നക്തുബു ഒക്കെ പോലെ. ഇതാണ് 3ാമത്തെ രീതിയിൽ വന്നിട്ടുള്ള ചോദ്യം. 4ാമത്തെ അടുത്തത് വന്നിട്ടുള്ള നുതർജിം അർത്ഥം എഴുതാനാണ്. 1 അസ്സാരിയാനി ദഹബാ ഇലൽ മസ്റഅതി സ്വബാഹൻ. കൃഷിക്കാർ 2 പേരും കൃഷിസ്ഥലത്തേക്ക് പ്രഭാതത്തിൽ പോയി. ദഹബാറിനെ നമുക്ക് മാതിയാണ് അർത്ഥം തന്നെ പറയണം. 2 പേരും പോകുന്നു എന്ന് പറയുന്നത്. ദഹബാറിനാൽ പോയി, ദഹബാറിനാൽ 2 പേരും. അസ്സാരിയാനി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ദഹബാ എന്നാണ് എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ എഴുതാം. അടുത്തത് ഹാജർ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്കത ഇലൽ മദീനത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു, ഹിജ്റ പോയി എന്നൊക്കെ എഴുതാം. അടുത്തത് നുഹിബ്ബു വതനന. നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഈ രീതിയിലാണ് 2019 നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു രീതിയാണ്. ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം, വേറെ രീതിയിലൊക്കെ വരാം. എന്തായാലും ഈ രീതിയിലുള്ളത് നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് ഇരിക്കാൻ. അല്ലാഹു തആല നല്ലോണം പഠിക്കാനും നല്ല മാർക്കിൽ വിജയിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.